ഇപ്പൊ വന്നതേ ഉള്ളൂ മോളെ. ഇന്നലെ രാത്രി ഇവിടെ നടന്നൊക്കെ ദേവികമോള് വിളിച്ച് അച്ഛനോട് വിശദമായിട്ട് പറഞ്ഞായിരുന്നു. ഒത്തിരി സന്തോഷമായി മോളെ. അങ്ങനെ തന്നെ വേണം. അവൻ കളിച്ച കളി, അതേ കളി നമ്മൾ തിരിച്ചിടുന്നു. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പൂർണ്ണമായി കത്തിച്ച് ചാമ്പലാക്കുന്നത് വരെ അത് തുടരും. ആഹാ, മിണ്ടാത്ത മോളോട് അച്ഛൻ സംസാരിക്കുകയാണോ? മോക്ക് മിണ്ടാൻ വയ്യെന്നേ ഉള്ളൂ. അവളെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. നിത്യക്കുട്ടി ഒന്ന് പെട്ടെന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു. അതാ എൻ്റെ ആഗ്രഹം. ഞാൻ അല്പനേരം എന്റെ മോളെടുത്ത് ഇരുന്നോട്ടെ. ഭാവി മരുമകളുടെ അടുത്തിരിക്കാമല്ലോ അമ്മായി അമ്മയ്ക്ക്. അച്ഛാ, കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. വരുന്നു മോളെ. നീ ഭയങ്കര അഭിനയമാണെന്ന് കേട്ടല്ലോടി. കാല് വെന്തിട്ടും കരയാതെ കിടന്നവൾ മിടുക്കി. അനങ്ങാതെ മിണ്ടാതെ കിടക്കുന്നതാവും ഉള്ള പ്രാണന് നല്ലത്. അതല്ല, നടന്നതെന്തെങ്കിലും ഓർമ്മിച്ച് പറയാൻ വല്ല തീരുമാനവും മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത തീർക്കും. നിന്നെയല്ല, നിന്റെ പ്രിയപ്പെട്ട അച്ഛനെയും ദേവികേട്ടത്തെയും. എന്നിട്ട് നിന്നെ ഭൂമിയിലെ ഏതെങ്കിലും നരകത്തിൽ കൊണ്ടുപോയി വിൽക്കും. ഞാനെന്ന് ഇറങ്ങിക്കോ. അയ്യോ, ഊണ് കഴിക്കാതെയോ? വേണ്ട മുത്തശ്ശി, കുറച്ച് ജോലിയുണ്ട്. ശരത്തെ, ഇഷ്ടപ്പെട്ട ബൈക്ക് നോക്കി വെച്ചിട്ട് എന്നെ വിളിക്ക്. ക്യാഷ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാം. മനോഹര, പ്രഭമോള് പോവാണെന്ന്. അതിന് അമ്മ തേങ്ങുന്നത് എന്തിനാ? അമ്മയ്ക്കും പോണോ കൂടെ? മുത്തശ്ശി ഞാൻ ഒരു ദിവസം കൊണ്ടുപോകുന്നുണ്ട്. എന്നാ ശരി. ദേവികേ, പോട്ടേടി. മൊത്തത്തിൽ ഈ വീട്ടില് ഒരു അഗ്നിഭയം ഉണ്ട്. അടുക്കളയിൽ നിൽക്കുമ്പോ അഗ്നിബാധ ഉണ്ടാവാതെ സൂക്ഷിച്ചോളണം. ശരത്തിന്റെ പുത്തൻ ബൈക്ക് മേടിക്കുന്ന കൂടെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലവാരത്തിലുള്ള ഹെൽമെറ്റും കൂടെ പ്രഭാവതി അമ്മ മേടിച്ചു കൊടുക്കണം. മോങ്ങാനിരിക്കുന്ന ചില ജീവികളുടെ തലയിലെ തേങ്ങ അല്ല തെങ്ങ് തന്നെ മറിഞ്ഞു വീഴുന്ന സമയമാണ്. തീവ്രമായ കാറ്റും മഴയല്ലേ മനോഹരേട്ടാ. അപ്പൊ ശരി, ചെന്നാട്ടെ. പ്രഭമോളെ, ടാറ്റ അല്ല, ബിർള. പിന്നെ വേണമെങ്കിൽ അംബാനി, ആദാനി, ഇതിൽ ഏത് വേണേലും ആകാം. എടാ മനോഹര, എന്നാ അമ്മേ? അല്ല, കൈവീശി കഴിഞ്ഞെങ്കിൽ കാര്യം പറഞ്ഞാൽ മതി. നീ എന്തിനാടാ നാട്ടുകാരോടൊക്കെ കടം വാങ്ങിക്കാൻ പോയത്? എന്നാ ചെയ്യാനാ അമ്മേ? ഞാൻ അച്ചടിച്ചു വെച്ച നോട്ടിലെ മഷിയൊന്നും ഉണങ്ങിയിട്ടില്ല. തീവ്രമഴ ന്യൂനമർദ്ദമല്ലേ. പിന്നെ ആ നോട്ടടി മെഷീന്റെ ഫാൻ വെൽറ്റും പൊട്ടിക്കിടക്കുക. എടാ വിവരദോഷി, ആ ശരത്ത് മോന്റെ അമ്മയോട് പറഞ്ഞാ മതിയായിരുന്നല്ലോ, കാശ് എത്ര വേണേലും തന്നേനെ. അമ്മേ, അമ്മയാന്നൊന്നും നോക്കത്തില്ല കേട്ടോ അമ്മേ. ഒരു ഐഡിയ കൊണ്ട് വന്നിരിക്കും. മോളെ, മോളിങ്ങി വന്നേ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അയ്യോ, വിളിക്കാത്ത തോമസ് അവള് പോവോ?